നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് കളഭാട്ടാണ്. ഗുരുവായൂരപ്പൻ്റെ കുറേ പേര് ഭഗവാനെ കാണാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കുറച്ച് നേരത്തെ വിഷ്ണു നടക്കിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഉച്ചപൂജയുടെ നേദ്യം പറയുന്നുണ്ടായിരുന്നെന്ന്. ഇനി ഉച്ചപൂജ നേദ്യം കഴിഞ്ഞിട്ട് ഉച്ചപൂജ കഴിഞ്ഞിട്ട് നട തുറന്നു കഴിഞ്ഞാൽ കളഭത്തിൽ മുങ്ങി നിൽക്കുന്ന ഭഗവാനെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇന്നത്തെ ഉച്ചപൂജയുടെ അലങ്കാരം നേരത്തെ കുട്ടി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. കളഭത്തിൽ മുങ്ങി നിൽക്കുന്ന ഭഗവാനാണ്. അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ കുറേ പേരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. വരാൻ സാധിക്കാത്തവരുണ്ടായിരിക്കും. എല്ലാവരും നമ്മുടെ സ്വന്തം ഗൃഹങ്ങളിൽ ഇരുന്നിട്ട് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് സംശയങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ ഞാൻ തുളസിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ചുവടെയായിട്ട് പിന്നെയും തുളസി ചെടിയെ കുറിച്ചിട്ടുള്ള കുറേ സംശയങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ട് വലിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. തുളസിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അപ്പോൾ അതൊരു ഫുൾ വീഡിയോ ആയിട്ട് അതിന് മാത്രമായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നലെ തുളസി പറഞ്ഞു, അപ്പോൾ ഇന്നും തുളസി കൊണ്ടുവരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വേറെ രണ്ട് സംശയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞു കഥയും പറയുന്നുണ്ട് കേട്ടോ. ഒരു കുറുമ്പിൻ്റെ കഥയാണ് പറയണത്. അത് കൂടാതെ അലങ്കാരങ്ങളും പറയുന്നുണ്ട്. ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം, ഭഗവതി അമ്മയുടെ, ഗണപതിയുടെ, അയ്യപ്പൻ്റെ ഒക്കെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ഒരു ചെറിയ ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു കേട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു കുഞ്ഞുണ്ണി നല്ല രസത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കയ്യിൽ ഒരു പൊന്നോടക്കുഴി പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ട്. 3 തിരുമുടി മാലകളുണ്ട്. അതിൽ 2 ഒരേപോലത്തെയാണ്. തെച്ചി തുളസിയാണ്. ആദ്യത്തെ തെച്ചിയും തുളസിയാണ്. അതിൽ കൂടുതലും തുളസിയാണ് കേട്ടോ കാണുന്നത്. തെച്ചി കുറച്ചേ ഉള്ളൂ. രണ്ടാമത്തേത് തുളസി നന്ദ്യാർവട്ടമാണ്. അത് രണ്ടുമാണ് കോർത്തിരിക്കണേ. മൂന്നാമത്തേത് പിന്നെയും തെച്ചിയും തുളസിയാണ് കേട്ടോ. അത് രണ്ടും ഒരേപോലെയുള്ള അളവിൽ കോർത്തിട്ടുണ്ട്. പിന്നെ 2 ഉണ്ടമാലകളുണ്ട്. ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്ന മാലയിൽ 3 നിറങ്ങളുണ്ട്. തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടമുണ്ട്. അത് ഓരോ പോലെ തന്നെ ഒരേപോലെ തന്നെ ഇങ്ങനെയാണ് കോർത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഉണ്ടമാലയിലും ഇതേ നിറങ്ങൾ തന്നെയാണ്. പക്ഷെ അതിലെ വെളുത്ത പൂക്കളാണ്. നന്ദ്യാർവട്ടം വളരെ കുറച്ചേ ഉള്ളൂ. ആ മുകൾ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. തെച്ചിയും തുളസിയാണ് കൂടുതലായിട്ട് കോർത്തിരിക്കുന്നത്. അങ്ങനെ 2 ഉണ്ടമാലകളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പീലി തിരുമുടിയൊക്കെ വെച്ചിട്ടുണ്ട്. നെറ്റിയിൽ ഗോപീതിലകുണ്ട്. കാതുകളിൽ കാതുപൂക്കളുണ്ട്. നല്ല ഭംഗിയായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നല്ല സന്തോഷവാനായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. കാരണം ഇതിപ്പോൾ കളഭാട്ടൊക്കെയാണല്ലോ. അപ്പോൾ കുറേ പേര് ഭഗവാനെ നാളെ കാണാനായിട്ട് വരും, അതായത് ഇന്ന് കാണാനായിട്ട് വരും. അപ്പം അതിൻ്റെയൊക്കെ ഒരു സന്തോഷം ഭഗവാന്റെ മുഖത്ത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല പുഞ്ചിരിയോട് കൂടിയിട്ട് നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്. പിന്നെ കഴുത്തിലെ മാലയൊക്കെ അണിഞ്ഞിട്ടുണ്ട്. വളയം പോലത്തെ മാല, വേറൊരു മാല, അതിന് നടുക്കായിട്ടൊരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. പിന്നെ തോളുകളിലെ പൂക്കളാണ് വെച്ചിരിക്കുന്നത്. സ്വർണ്ണപ്പൂക്കളാണ്. സാധാരണ അവിടെ കൂടുതലായിട്ടും ഗോപി തിലകങ്ങളാണ് ചാർത്തി കാണാറ്. ഇന്നലെ സ്വർണ്ണപ്പൂക്കളാണ് വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. പിന്നെ കൈവളകളും തോൾവളകളും ഒക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിൽ പൊന്നോടക്കുഴലുണ്ട്. ഇടത്തെ കൈ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അരയിൽ വെച്ചിരിക്കാം. അങ്ങനെയാണ് അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് പട്ടുകോണൊക്കെ കൊടുത്തിട്ട് കാലിൽ കുഞ്ഞു കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ട് സുന്ദരനായിട്ടാണ് ഇരിക്കണത്. നമ്മൾ ചെറിയ കുട്ടികളെയൊക്കെ കുളിപ്പിച്ചിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരുത്തില്ലേ. അപ്പോൾ വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് കുറച്ച് എനർജറ്റിക് ആയിട്ടിരിക്കുമല്ലോ. അങ്ങനെ തന്നെയാണ് ഭഗവാൻ ഇരിക്കുന്നത്. നല്ല സന്തോഷമുണ്ട് മുഖത്ത് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ കാണാനായിട്ട് ഇരിക്കുന്ന, നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്ന ഭഗവാനായിരുന്നു. അപ്പോൾ എല്ലാവരും ഭഗവാനെ നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ നമ്മുടെ ഉണ്ണികൃഷ്ണനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ ഗണപതിയെ കാണാനായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. ഗണപതിക്ക് ഇന്നലെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. തുമ്പിയിൽ പൊന്നോടക്കുഴലിൽ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഭഗവാൻ ഓടക്കുഴലിൽ പിടിച്ചിട്ടല്ലേ. അപ്പോൾ ഗണപതി ഉണ്ണി ഗണപതി തന്നെയാണ്. അപ്പോൾ ഓടക്കുഴലിൽ പിടിച്ചിട്ട് ഇരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ അലങ്കാരവും കാണാനായിട്ട്. ഒരു പച്ച നിറത്തിലാണ് ഉടയാടം. നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക. 3 നിറങ്ങളുണ്ടായിരുന്നു. അരയിൽ ആദ്യം ഒരു ചുവന്ന പട്ട് കൊണ്ട് ചുറ്റിയിട്ട് അതിന് മുകളിൽ ചുവന്ന പട്ട് കുറച്ച് കാണുന്ന രീതിയിൽ ഒരു മഞ്ഞുടയാടയുണ്ട്. ആ മഞ്ഞുടയാട കുറച്ച് കാണുന്ന രീതിയിൽ അതിന് മുകളിൽ ഒരു പച്ച ഉടയാടയുണ്ട്. അപ്പോൾ പച്ചയാണ് ഏറ്റവും അവസാനമുള്ളത്. അതാണ് നമുക്ക് കൂടുതലും കാണുക. എന്നിട്ട് ഈ മഞ്ഞയുടെ ആ താഴെയുള്ള ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ ഈ താഴ്ഭാഗത്ത് ഇങ്ങനെ വിടർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ നിറങ്ങളും കൂടിയിട്ടുള്ള ഈ 3 നിറങ്ങളും കൂടിയിട്ടുള്ള ഉടയാടിയായിരുന്നു ഗണപതിക്ക് ഇന്നലെ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ തുമ്പിയിലെ ഒരു ചുവന്ന പട്ടൊക്കെ പ്രത്യേക രീതിയിൽ കെട്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ഓടക്കുഴലാണ് തുമ്പിയിൽ പിടിച്ചിരിക്കണേ. അതൊരു പ്രത്യേക കൗതുകം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കഴുത്തിലൊരു സ്വർണ്ണം നിറത്തിലൊരു മാല ഇട്ടിട്ടുണ്ട്. നെറ്റിയിലൊരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട്
ഗണപതിയുടെ ഒരു കിരീടം, ഒരു ചുവന്ന കല്ല് വെച്ചിട്ടുള്ള ഒരു കിരീടമുണ്ട്. ഒരു ചുവന്ന പട്ടിങ്ങനെ ശിരസിൽ കെട്ടിയിട്ട് അതിന് മുകളിലെ കിരീടം വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പ്രത്യേകത തോന്നി. രണ്ടുപേർക്കും പൊന്നോടക്കുഴൽ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും സന്തോഷമായിട്ട് കളിക്കട്ടെ, ഓടക്കുഴൽ വായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഗണപതി തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഗണപതിയെ നന്നായി ഒന്ന് നമസ്കരിച്ചോളൂ, ഗണപതിക്ക് മുന്നിലൊന്ന് ഏത്തമിട്ടോളൂ കേട്ടോ. ഇനി നമ്മൾ എത്തിയിരിക്കുന്നതേ ഭഗവതി അമ്മേനെ കാണാനായിട്ടാണ് കേട്ടോ. സന്തോഷത്തോട് കൂടിയിട്ട് നല്ല ഭംഗിയുള്ള മുഖച്ചാർത്തായിരുന്നു ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ചുവന്ന പട്ടാണ് ഉടയാടയായിട്ട്. പിന്നെ ഒരു തുളസിമാല ഈ ശിരസിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. തുളസിമാലയാണ് ചാർത്തിയിരിക്കുന്നത്. കാതുകളിൽ രണ്ട് സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. അതിന് ചുവടെ കൂടെ ഇങ്ങനെ ഓരോ പൊട്ടുകൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് അതൊരു മാല പോലെ ഇങ്ങനെ തീർത്തിരിക്കാം. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല തിളക്കുണ്ടായിരുന്നു കാണാനായിട്ട്. ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ടാണ് ഇരിക്കുന്നത് ഭഗവതി അമ്മ. നെറ്റിയിൽ ഒരു സ്വർണ്ണ പൊട്ടുണ്ട്. പിന്നെ കിരീടത്തിൻ്റെ ഭാഗത്ത് ഒരു സ്വർണ്ണപ്പൂവ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ കിരീടത്തിൻ്റെ ഭാഗത്തുള്ള അലങ്കാരം കേട്ടോ. ഇത്രയും ഒരു വളരെ ലളിതമായിട്ടുള്ള അലങ്കാരത്തോട് കൂടിയിട്ടാണെങ്കിലും അതീവ സുന്ദരിയായിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവതി അമ്മേനെയും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് അയ്യപ്പനെ കാണാനായിട്ട് പോകാം കേട്ടോ. അയ്യപ്പനെ കാണുമ്പോൾ നല്ല തിളക്കുണ്ട്. കഴുത്ത് നിറച്ച് മാലയിട്ടിട്ടാണ് അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഒരു മഞ്ഞ നിറത്തിലാണ് കേട്ടോ ഉടയാട ഉണ്ടായിരുന്നത്. അത് നല്ല തിളക്കുണ്ട്. സ്വർണത്തിൻ്റെ നല്ല ഡിസൈനുകളൊക്കെ നിറഞ്ഞിട്ടുള്ള നല്ല തിളങ്ങുന്ന ഒരു ഉടയാടയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ചുവടെയുള്ള മാല ഒരു കാശുമാലയാണ്. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ അതിന് നടുക്കുള്ള ഒരു മാല അതിങ്ങനെ ചതുരാകൃതിയിലുള്ള നിറയെ ലോക്കറ്റുകൾ വെച്ചിട്ടുള്ള ഒരു മാലയാണ്. അതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഒരു താമരമാലയുണ്ട്. ചെറിയ കുഞ്ഞു കുഞ്ഞു താമരകൾ കോർത്തിട്ടുള്ള ഒരു പിങ്ക് നിറത്തിലൊരു മാലയുണ്ടല്ലോ, അതാണ് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 മാലകൾ, കഴുത്ത് നിറച്ച് മാലയാണ്, നല്ല തിളക്കം. പിന്നെ അത് കൂടാതെ ഈ 2 തോളുകളിലും വലിയ ഒരു അലങ്കാരം ഉണ്ട്. നല്ല തിളക്കമുള്ള ഈ വലിയ കമ്മലുകളുണ്ടല്ലോ നല്ല തിളങ്ങുന്നത്, അങ്ങനെയുള്ള അലങ്കാരം ഉണ്ട്. പിന്നെ കാതുകളിലെ ഈ താമര കൊണ്ടുള്ള കമ്മലിനെയാണ് ഇട്ടിരിക്കുന്നത്. കുഞ്ഞു താമര, നെറ്റിയിലും അത് തന്നെ. എന്നിട്ട് അയ്യപ്പൻ്റെ വലിയ ഒരു തിളങ്ങുന്ന സ്വർണ്ണ നിറത്തിലുള്ള ഒരു കിരീടം, അതാണ് ശിരസിൽ അണിഞ്ഞിരിക്കുന്നത്. അപ്പം നല്ല തിളക്കുണ്ട്. സർവാഭരണ വിഭൂഷിതനായിട്ടാണ് അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. നല്ല സന്തോഷവാനായിട്ട്. അപ്പോൾ അയ്യപ്പൻ്റെയും ആ ഒരു രൂപം എല്ലാവരും മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. 2 പേര് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അവർക്ക് മലയാളം എഴുതാനായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിലാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ തമിഴിലും ഞാൻ ഇതേ ചോദ്യം കണ്ടു. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ് എനിക്കത് മലയാളത്തിലേക്ക് മനസ്സിലായത്. അതിൽ ചോദിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ശ്വാസം മുട്ടല്, അതുപോലെ ആസ്മ, പിന്നെ ഈ ഡസ്റ്റ് കൊണ്ടുള്ള അലർജിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന് പ്രതിവിധിയായിട്ട്, അല്ലെങ്കിൽ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൽ ശ്വാസമുട്ടലിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വലിവ്, ആസ്മ പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ കയറ് വഴിപാട് സമർപ്പിക്കാമെന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പൊടി അടിച്ച് കഴിഞ്ഞാലൊക്കെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇത് നമ്മൾ വിചാരിക്കുന്ന ചെറിയ ബുദ്ധിമുട്ടൊന്നും അല്ല കേട്ടോ. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം. വലിയ നമുക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിൽ പെടുന്നതാണത്. ഇപ്പോൾ ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള അലർജി വരും. ഒന്ന് ത്വക്കിന് അലർജി വരും, നമ്മുടെ സ്കിന്നിന് അലർജി വരും. അത് കൂടാതെ ശ്വസിച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശ്വാസകോശത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് അനുഭവിച്ചവർക്ക് തീർച്ചയായിട്ടും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിന് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കയറിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വിശദമായിട്ട് ഇനി പറയുന്നില്ല. പിന്നെ ഈ പൊടി കയറിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ ചെയ്യുന്ന ഒരു വഴിപാടെന്ന് പറയുന്നത് കടുക്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഈ 3 കടുക് കലഹം മാറാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതേപോലുള്ള അലർജി വന്നു കഴിഞ്ഞാൽ കടുക് സമർപ്പിക്കാം, ഒപ്പം കുരുമുളകും സമർപ്പിക്കുന്നത് കാണാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഭഗവാന്റെ ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം, മഹാദേവൻ്റെ ക്ഷേത്രം, അങ്ങനെ ഭഗവാന്റെ ക്ഷേത്രങ്ങളിലൊക്കെയാണ് ഈ കടുകും കുരുമുളകും ഒക്കെ സമർപ്പിക്കുന്നത് കാണാറുള്ളത് ഈ അലർജിക്ക് വേണ്ടിയിട്ട്. ഭഗവതി ക്ഷേത്രങ്ങളിലാണെങ്കിൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ സമർപ്പിക്കാം. ഭഗവതി അമ്മയ്ക്ക് മഞ്ഞൾപ്പൊടി വളരെ വിശേഷമാണ്. മഞ്ഞൾ കൊണ്ട് പറ നിറയ്ക്കൂലോ. ഇപ്പോൾ ഇടത്തരികത്ത് കാവിലമ്മയ്ക്ക് മഞ്ഞൾപ്പൊടിയുടെ പറയൊക്കെ വളരെ കേമാണ്, വളരെ വിശേഷമാണ്. അത് രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ട്, അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ടും ഇതേപോലുള്ള അലർജി സംബന്ധമായ സ്കിന്നിൽ വരുന്ന അസുഖങ്ങൾ, ഇതിനൊക്കെ മഞ്ഞൾപ്പൊടി വളരെ വിശേഷമാണ്. അപ്പോൾ ഭഗവതി അമ്മയ്ക്ക്, അത് ഭഗവതി ക്ഷേത്രങ്ങളിലെ മഞ്ഞൾപ്പൊടി സമർപ്പിക്കാം. ഭഗവാന്റെ ക്ഷേത്രങ്ങളിലാണെങ്കിൽ കുരുമുളകും കടുകും സമർപ്പിക്കാം. ഭഗവതി ക്ഷേത്രങ്ങളിലാണെങ്കിൽ മഞ്ഞൾപ്പൊടി സമർപ്പിക്കാം. എല്ലായ്പ്പോഴും പറ വയ്ക്കാനൊന്നും സാധിച്ചു എന്ന് വരില്ലല്ലോ. വിശേഷ അവസരങ്ങളിൽ, ഉത്സവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയത്താണ് കൂടുതലും പറ നിറയ്ക്കാറുള്ളത്.
അപ്പോൾ അല്ലാത്ത സമയങ്ങളിൽ മഞ്ഞൾപ്പൊടി നമ്മൾ വാങ്ങിക്കൊണ്ടുപോയിട്ട് സമർപ്പിച്ചാൽ മതിയായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിലും എടത്തിരികത്ത് കാവിലമ്മയ്ക്കാണെങ്കിലും മഞ്ഞൾപ്പൊടി കൊണ്ടുപോയി സമർപ്പിക്കാം. എല്ലാം നമ്മുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ചാണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ഫലമാണ് നമുക്ക് ലഭിക്കുക. വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം കേട്ടോ. ഭഗവതിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഭഗവതി അമ്മയ്ക്ക് മഞ്ഞൾപ്പൊടി തേച്ചിട്ടുള്ള കുളിയൊക്കെ വളരെ വിശേഷമാണ്. എല്ലാ ദിവസവും മഞ്ഞൾപ്പൊടി ഇട്ടൊക്കെയാണ് കുളിക്കുക. ഗുരുവായൂരപ്പൻ വാഗപ്പൊടി തേച്ച് കുളിക്കുമല്ലോ, അതേപോലെ തന്നെ ഭഗവതി അമ്മയ്ക്ക് മഞ്ഞൾപ്പൊടിയാണ്. അതാണ് വിശേഷമാണെന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിൻ്റെ അസുഖങ്ങൾ, അലർജി പോലുള്ള അസുഖങ്ങളൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് സമർപ്പിക്കുന്നത് എന്ന് പറയാറുണ്ട് കേട്ടോ. ഒപ്പം തന്നെ നാഗക്ഷേത്രങ്ങൾ, അതായത് നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാകുമല്ലോ, അവിടെയും മഞ്ഞൾപ്പൊടി വിശേഷമാണ്. അത് ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾക്കും, അതായത് നമ്മൾ ഈ തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ വരുമല്ലോ, അതിനും ഒപ്പം തന്നെ അലർജി, അത് ഏത് തരത്തിലുള്ള അലർജി ആണെങ്കിൽ കൂടെ, പൊടി ഉള്ളിൽ ചെന്നിട്ടുള്ള അലർജി ആണെങ്കിൽ കൂടെ മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നതും മഞ്ഞൾപ്പൊടി കൊണ്ടുള്ള വഴിപാടുകളൊക്കെ അവിടെയും വിശേഷമാണ് കേട്ടോ. അപ്പോൾ നാഗക്ഷേത്രങ്ങളിൽ സമർപ്പിക്കാം, ഭഗവതി ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കാം മഞ്ഞൾപ്പൊടി. പിന്നെ അതുകൂടാതെ ഭഗവാന്റെ ക്ഷേത്രങ്ങളിലെ കടുകും കുരുമുളകും സമർപ്പിക്കാം കേട്ടോ. എല്ലാം നല്ല പ്രാർത്ഥനയോട് കൂടിയിട്ട് വിശ്വാസത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ലഭിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബ്രാഹ്മണിപ്പാട്ടിനെ കുറിച്ച് ഒന്ന് പറയുമോ എന്നാണ് കേട്ടോ. അതിനൊരു ചോദ്യം വരാനുള്ള ഒരു കാരണം, ഞാൻ മുൻപ് ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തിരുവാതിര വരില്ലേ, ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തുള്ള ചൊവ്വലൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിനോടനുബന്ധിച്ച് കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ ബ്രാഹ്മണിപ്പാട്ട്. അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചൂടയായിട്ട് വന്നൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുകയാണ്. ബ്രാഹ്മണിപ്പാട്ട് എന്ന് പറയുന്നതേ, ഇപ്പോൾ ഭഗവാന്റെ ക്ഷേത്രങ്ങളിലൊക്കെ സോപാന സംഗീതം ഉണ്ടല്ലോ, അതേപോലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന ഒരു അനുഷ്ഠാനമാണ്, ഒരു രീതിയാണ് ഈ ബ്രാഹ്മണിപ്പാട്ട് എന്ന് പറയുന്നത്. അത് സാധാരണയായിട്ട് നമ്പീശൻ കുടുംബങ്ങളിലുള്ള സ്ത്രീകളുണ്ടല്ലോ, നമ്പീശന്റെ പത്നിമാര്, അവരാണ് ഈ ബ്രാഹ്മണിപ്പാട്ട് പാടുക. ആ പാടുന്നവരെ ബ്രാഹ്മണിയമ്മ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അവർ പാടുന്ന പാട്ടുകളാണ് ഈ ബ്രാഹ്മണിപ്പാട്ട്. അത് ഭഗവതി ക്ഷേത്രങ്ങളിലാണ് പാടുക. ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതം എന്ന് പറഞ്ഞു, ഭഗവതി ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണിപ്പാട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയാണ് പാടുക. അപ്പോൾ ചൊവ്വലൂർ ക്ഷേത്രത്തിലെ പാർവതി ദേവിക്ക് പട്ടും താലിയും ചാർത്തുക, അപ്പോൾ പാർവതി ദേവി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അവിടെ ബ്രാഹ്മണിപ്പാട്ട് പാടുന്നത് കേട്ടോ. അത് ഒരുവിധം എല്ലാ ഭഗവതി ക്ഷേത്രങ്ങളിലും ഉള്ളതാണ്. പണ്ട് കാലത്തൊക്കെ എല്ലാ ദിവസവും പാടിയിരുന്നു. ഇപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ കുറഞ്ഞു വരികയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ വിശേഷ ദിവസങ്ങൾ, അതുപോലെ ഉത്സവം, ആറാട്ട്, അതിനോടൊക്കെ അനുബന്ധിച്ചിട്ടാണ് ഈ ഒരു ബ്രാഹ്മണിപ്പാട്ട് ഇപ്പോൾ പാടി വരുന്നത്. തിരുമാന്താംകുന്നിലൊക്കെ വളരെ വിശേഷ, ആറാട്ട് കടവിലൊക്കെ വളരെ കേമായിട്ടാണെന്ന് ബ്രാഹ്മണിപ്പാട്ടൊക്കെ പാടുക. അത് അറിയുന്നവർക്ക് മനസ്സിലാവും, കേട്ടിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെയാണ് ബ്രാഹ്മണിപ്പാട്ട് എന്ന് പറയാം. ഇപ്പോൾ ഭഗവതി ക്ഷേത്രങ്ങളിൽ പാടുന്നതുകൊണ്ട് തന്നെ ഭഗവതിയെ സ്തുതിച്ചുകൊണ്ട്, ഇപ്പോൾ കാളി സ്തുതി, അതുപോലെ ദാരികവധം, അതൊക്കെയാണ് പാടുക. ഇത് ഉദാഹരണമാണ് കേട്ടോ, അതിലൊരു വിഭാഗം ഇനിയും കുറേ ഉണ്ട്. അപ്പോൾ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഭഗവതിയെ സ്തുതിച്ചുകൊണ്ടാണ് ബ്രാഹ്മണിപ്പാട്ട് പാടുക. പാടുന്ന സമയത്ത് ചിലപ്പോൾ ചിലയിടങ്ങളിലെ മാരാര് കൊട്ടും, ചെണ്ട കൊട്ടും. ചിലയിടത്ത് ഈ പാടുന്നവർ തന്നെ ഒരു പിച്ചളയുടെ പാത്രം ഉണ്ടല്ലോ, അതിൽ കത്തി കൊണ്ട് ഇങ്ങനെ താളം പിടിച്ചിട്ടാണ് പാടുക. അപ്പം അതിന് ഓരോ രീതികളൊക്കെ ഉണ്ട്. ഓരോ കലകൾക്കും, കല എന്നല്ല, ഓരോ അനുഷ്ഠാനങ്ങൾക്കും ഓരോരോ രീതികളുണ്ടല്ലോ. അതേപോലെ തന്നെ ബ്രാഹ്മണിപ്പാട്ടും ഇതുപോലെ പിച്ചളയുടെ പാത്രത്തിൽ കത്തി കൊണ്ട് ഇങ്ങനെ താളം പിടിച്ചിട്ടാണ് പാടാറുള്ളത് കേട്ടോ. അപ്പം അതിനെയാണ് ബ്രാഹ്മണിപ്പാട്ട് എന്ന് പറയാം. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഭഗവതി ക്ഷേത്രങ്ങളിലുള്ള ഒരു അനുഷ്ഠാനമാണ് ഈ ബ്രാഹ്മണിപ്പാട്ട്. ഇനി നമുക്കൊരു കഥ പറയാം കേട്ടോ. കുറേ ദിവസമായാലും നമ്മൾ കുറുമ്പിൻ്റെ കഥകൾ പറഞ്ഞിട്ട്, വെണ്ണ മോഷ്ടിക്കുന്ന കണ്ണൻ, അതുപോലെ പാല് മോഷ്ടിക്കുന്ന കണ്ണൻ, അങ്ങനെ കുസൃതിയുള്ള കഥ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇന്നൊരു കുറുമ്പിൻ്റെ കഥയാണ് കേട്ടോ പറയാനായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ഭഗവാനെ എല്ലാ ദിവസവും ഗോപികമാരുടെ വീടുകളിൽ ചെന്നിട്ട് വെണ്ണ എടുത്ത് കഴിക്കൂലേ അവർ കാണാതെ. എത്രയൊക്കെ വെണ്ണ യശോദമ്മയും രോഹിണിയമ്മ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും വയറ് നിറച്ചിട്ടായിരിക്കും കളിക്കാനായിട്ട് വിടുന്നുണ്ടായിരിക്കുക. എന്നാലും ഈ ഗോപികുമാരുടെ വീടുകളിൽ പോയിട്ട് കുറച്ച് വെണ്ണ എടുത്ത് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ഭഗവാൻ എന്തോ പോലെയാണ്. അപ്പം എന്നും ഓരോ കുറുമ്പുകൾ ഇങ്ങനെ കാണിച്ചിട്ടേ ഈ ഗോപികമാർക്കൊക്കെ മനസ്സിൽ ഇവരെ എന്തെങ്കിലും പിടിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കണം യശോദാമ്മയുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ ഇവൻ്റെ ഈ കള്ളമൊക്കെ ഒന്ന് പൊളിക്കണം. അങ്ങനെയൊക്കെ ഒരു ചിന്തയാണ് അവർക്ക്. സ്നേഹം കൊണ്ടാണ് കേട്ടോ ഭഗവാനെ ഉപദ്രവിക്കണം. ഭഗവാൻ തന്നെ കുറച്ച് വെണ്ണ തരുമെന്ന് സങ്കടത്തോടൊന്നും കൊഞ്ചി പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറേ വെണ്ണ എടുത്ത് കൊടുക്കും. എന്നാലും ഭഗവാനെ ഒന്ന് കളിപ്പിക്കാനായിട്ട് ഗോപികമാർക്കൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് ഒരു ദിവസം തീരുമാനിച്ചേ, നമ്മുടെ വെണ്ണയൊക്കെ നമ്മുടെ വീടുകളിലെടുത്ത് വെക്കുന്നതുകൊണ്ടാണല്ലോ ഭഗവാൻ ഇങ്ങനെ വന്നെടുത്തിട്ട് അത് കഴിച്ചിട്ട് പോണത്. അപ്പം നമുക്കിത് ഇവിടുന്ന് മാറ്റാം, എന്താണെങ്കിലും നമുക്കിത് കച്ചവടം ചെയ്യാനുള്ളതാ. അപ്പം നമുക്കിതെല്ലാം എടുത്തിട്ട് എല്ലാവരും കൂടെ മധുരയിൽ പോയിട്ട് കച്ചവടം ചെയ്യാം, അതൊക്കെ കൊണ്ടുപോയി വിൽക്കാം. അപ്പോൾ പിന്നെ പണമായിട്ടല്ലേ കിട്ടുക, അപ്പോൾ അത് മോഷ്ടിക്കാനായിട്ട് വരില്ലല്ലോ. അങ്ങനെ ഒരു പദ്ധതിയൊക്കെ തയ്യാറാക്കി. എന്നിട്ട് അവരെന്ത് ചെയ്തു, പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ വെണ്ണക്കുടങ്ങളൊക്കെ ആയിട്ട് വിൽക്കാനുള്ള എല്ലാ വെണ്ണയും എടുത്തിട്ട് ഇങ്ങനെ നടന്നു പോവുക.
പോകുന്ന വഴിക്ക് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ഭഗവാനെ കുറിച്ചാണ് കേട്ടോ. ഭഗവാനെ മറന്നുകൊണ്ട് ഒരു നിമിഷം പോലും ഇവരാരും ചിലവഴിക്കാറില്ല. ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും അടുത്ത ആൾ തുടങ്ങും, പിന്നെ അടുത്ത ആൾ തുടങ്ങും. അങ്ങനെ ഭഗവാനെ കുറിച്ച് മാത്രമേ ഇവർക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഓരോരോ ഗോപികമാരിങ്ങനെ പറയാം, അല്ല മണിമേഖലേ, ഇന്ന് വന്നു കഴിഞ്ഞാലേ കണ്ണൻ വെണ്ണ മോഷ്ടിക്കാനായിട്ട് വന്നു കഴിഞ്ഞാലേ ഈ ഒഴിഞ്ഞ കാലമൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് അവന് ഇളിമ്പിലായിട്ട് പോകും എന്ന് പറയാം. അപ്പോൾ അവരൊക്കെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ആൾ പറഞ്ഞു, ഞാൻ എന്നും വെണ്ണ എടുത്ത് വെക്കുന്ന ആ ഒരു കറുപ്പ് നിറത്തിലൊരു കലമുണ്ട്, അത് അവിടെ തന്നെ വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവൻ വന്ന് നോക്കി കഴിഞ്ഞിട്ട് കൈയിട്ട് കഴിഞ്ഞാൽ വെണ്ണ കാണില്ല. ആ വേറൊരു പുതിയ വെണ്ണക്കുടത്തിലാണ് ഞാൻ അപ്പം വെണ്ണ എടുത്ത് വന്നിരിക്കണേ. അപ്പോൾ വെണ്ണ കാണാണ്ടാകുമ്പോൾ പിന്നെ ഇവൻ പറ്റിക്കപ്പെടും. അപ്പോൾ നല്ല രസമുണ്ടാകും അവൻ്റെ മുഖം കാണാനായിട്ട് എന്ന് പറയാം. അങ്ങനെ വേറൊരു ഗോപിക പറയുന്നുണ്ട്, അല്ല എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കണ്ണനല്ലേ, അവന് വെണ്ണ കിട്ടിയില്ലെങ്കിൽ സങ്കടാവില്ലേ, അതുകൊണ്ട് കുറച്ച് വെണ്ണ ഞാൻ എൻ്റെ വീട്ടിൽ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ണനെ പറ്റിയിട്ടുള്ള കുറുമ്പുകൾ, അവൻ്റെ ഓരോരോ കളികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു വരികയാണ് ഈ ഗോപികമാർ. അപ്പോൾ ഈ കാട്ടിലൂടെയാണല്ലോ വഴികൾ, നിറയെ മരങ്ങളൊക്കെയാണല്ലോ. കുറച്ച് ദൂരം അങ്ങോട്ട് എത്തിയപ്പോൾ ഇവരുടെ കയ്യിലൊക്കെ വെണ്ണക്കുടങ്ങളുണ്ട് കേട്ടോ. കുറച്ച് ദൂരം അങ്ങനെ എത്തിയപ്പോൾ അവിടെ വലിയൊരു മരമുണ്ട്, നിറയെ ഇങ്ങനെ ഇലകൾ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ഒരു മരമാണ്. ആ മരം ഇങ്ങനെ ഇളകണു കേട്ടോ, പ്രത്യേക രീതിയിൽ അതിങ്ങനെ ശക്തിയായിട്ട് കുലുങ്ങണു. അപ്പോൾ ഇവർക്കൊക്കെ പെട്ടെന്നൊരു ആദി വന്നു, ഒരു പേടി വന്നു. കാരണം കാറ്റൊന്നും വീശണില്ല അവിടെ. സാധാരണ കാറ്റ് വീശുമ്പോഴല്ലേ ഈ ഇലകളൊക്കെ ഇളകുക, മരങ്ങളൊക്കെ ഇങ്ങനെ ആടി ഒളിയുക. ഇതൊന്നും ഇല്ലാതെ, കാറ്റൊന്നും ഇല്ലാതെ ഈ മരം നിന്നിട്ട് ഇങ്ങനെ കുലുങ്ങണു. അപ്പോൾ ഇതിപ്പോൾ എന്താണോ, ഇവർക്ക് ഓടണോ വേണ്ടേ, എവിടേക്കാണ് ഓടുക, അങ്ങനെയൊക്കെ ഒരു പെട്ടെന്നൊരു ഭയം ഇവരൊക്കെ മനസ്സിലങ്ങട കയറി. അങ്ങനെ പേടിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു പൊട്ടിച്ചിരി കേട്ടു കേട്ടോ, ഹ ഹ ഹ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവരാകെ നടുങ്ങിപ്പോയി. എന്താ ചെയ്യണ്ടേ, എവിടേക്കാണ് ഓടേണ്ടതെന്ന് ശങ്കിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ആരാണെന്ന് ഉറക്കെ ചോദിച്ചു കേട്ടോ ആ മരത്തിൻ്റെ മുകളിൽ നിന്ന്. എവിടുന്നാണ് നിങ്ങൾ വരുന്നത്, എവിടേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ഗാംഭീര്യമായിട്ടുള്ള ശബ്ദമൊക്കെയാണ്. അങ്ങനെ ഇവർക്ക് ആകെ പേടിയായിട്ടോ. അവർ പറഞ്ഞു, പേടിച്ച് വരച്ചുകൊണ്ട്. അപ്പോൾ കുറച്ച് ധൈര്യമൊക്കെ സംഭരിച്ചിട്ട് ഒരു ഗോപിക പറഞ്ഞു, ഞങ്ങൾ വ്രജവാസികളായിട്ടുള്ള ഗോപികമാരാണ്, വെണ്ണയും പാലും ഒക്കെ വിറ്റിട്ട് ഉപജീവനം നടത്തുന്നവരാണ്. അപ്പോൾ ഈ വെണ്ണയൊക്കെ വിൽക്കാനായിട്ട് ഞങ്ങൾ മധുരയിലേക്ക് കൊണ്ടുപോകുകയാണ് എന്ന് പറഞ്ഞു. അതങ്ങോട്ട് കേട്ടപ്പോൾ വലിയ ദേഷ്യത്തോടു കൂടി, അതിനേക്കാൾ ഗാംഭീര്യത്തോട് കൂടിയിട്ട് പിന്നെയും ശബ്ദം വന്നു കേട്ടോ. ഓഹോ, നിങ്ങൾ ആ ഗോപാലബാലന്മാരുടെ ആൾക്കാരാണല്ലേ, കൃഷ്ണൻ്റെയും രാമൻ്റെയും എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഗോപിക പേടിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനൊരു രാക്ഷസനാണ്, എൻ്റെ ആളുകളെയൊക്കെ അവൻ വധിച്ചു, കൃഷ്ണനെ വധിക്കാൻ വന്നവരെയൊക്കെ അവൻ ഇല്ലാതാക്കി. അപ്പോൾ അവനെ വധിക്കാനായിട്ട്, അതായത് കൃഷ്ണനെയും രാമനെയും വധിക്കാനായിട്ട് തക്കം പാർത്തിരിക്കുന്ന ഒരു രാക്ഷസനാണ് ഞാനെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെയും കൊന്നു തിന്നും, അത് കഴിഞ്ഞിട്ട് കൃഷ്ണനെയും കൊന്നു തിന്നും എന്ന് പറഞ്ഞു കേട്ടോ. അതൊക്കെ കേട്ടപ്പോൾ ഗോപികമാർക്കൊക്കെ ആകെ വിറച്ചു തുടങ്ങിയിട്ട് അവരുടെ ശരീരമൊക്കെ ഇങ്ങനെ തളർന്നു പോണ പോലെ തോന്നി. അവരിങ്ങനെ സങ്കടം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ രാക്ഷസൻ്റെ അടുത്ത്, അയ്യോ അങ്ങനെ പറയരുത്, ഞങ്ങളുടെ കൃഷ്ണൻ വെറും ഒരു സാധാരണ ബാലനാണ്. കൃഷ്ണനെ കൊല്ലാനായിട്ട് വന്നവരെയൊക്കെ ഈശ്വരാധീനം കൊണ്ട് അവരില്ലാതായതാണ്, അല്ലാണ്ട് കൃഷ്ണൻ ഒന്നും ചെയ്തിട്ടില്ല, കൃഷ്ണനെ ഒന്നും ചെയ്യരുത്, വേണമെങ്കിൽ ഞങ്ങളെ കൊന്നു തിന്നോളൂ. അവരങ്ങനെ പറയുന്നേ, വേണമെങ്കിൽ ഞങ്ങളെ കൊന്നു തിന്നോളൂ, കൃഷ്ണനെയും രാമനെയും വെറുതെ വിടൂ എന്നാണ് ആ ഗോപികമാർ പറയുന്നത് കേട്ടോ. അത് കേട്ടിട്ട് ഈ രാക്ഷസൻ ഉറക്കെ പറയുന്നു, അതായത് നിങ്ങളുടെ മാംസത്തിന് യാതൊരുവിധ രുചിയുമില്ല, അതുകൊണ്ട് നിങ്ങളിത് എനിക്ക് വേണ്ട. ആ കൃഷ്ണനുണ്ടല്ലോ, രാമനും, അവരൊക്കെ വെണ്ണയാണ് കഴിക്കാറുള്ളത്, അതുകൊണ്ട് തന്നെ ആ കിളിൻ്റെ ശരീരത്തിന് നല്ല രുചി ഉണ്ടായിരിക്കും, എനിക്ക് അവരെ തന്നെ തിന്നാനായിട്ട് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരൊക്കെ പൊട്ടിക്കരഞ്ഞു തുടങ്ങിയിട്ടോ. അവരെ കരച്ചിലിങ്ങനെ നല്ല ശക്തിയിലാണ് ഇവർ കരയുന്നത്. ഞാൻ കൃഷ്ണനും രാമനൊക്കെ എന്തെങ്കിലും സംഭവിക്കാന്ന് പറ, അവർ ജീവിക്കുന്നത് തന്നെ ഭഗവാന് വേണ്ടിയിട്ടാണ്. വെണ്ണ കൊടുക്കില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാണ്, ഒന്ന് കളിപ്പിക്കാനായിട്ടാണ് ഈ കൊണ്ടുവരുന്നതൊക്കെ. അപ്പോൾ കൃഷ്ണന് ആപത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സഹിക്കുമോ, അവർ ഉറക്കെ കരയാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ രാക്ഷസൻ പറഞ്ഞേ, നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് സ്നേഹമൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി കൃഷ്ണൻ്റെ അടുത്ത്, അപ്പോൾ ഞാനൊരു വിട്ടുവീഴ്ച ചെയ്യാം. ഈ കൃഷ്ണൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഈ വെണ്ണ ഇങ്ങനെ നിറയെ കഴിക്കുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ എല്ലാ ദിവസവും ഒരു കുടം നിറയെ വെണ്ണ കൊണ്ടുവന്നിട്ട് ഇവിടെ സമർപ്പിച്ചാൽ മതി, എനിക്ക് സമർപ്പിച്ചാൽ മതി, അപ്പോൾ ഞാൻ അതിനൊരു വിട്ടുവീഴ്ച ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവർക്ക് സമാധാനമായി. അപ്പോൾ എന്തായാലും നിങ്ങൾ കയ്യിൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ആ വെണ്ണക്കുടം അവിടെ വെച്ചപ്പോൾ ഒരു മരത്തിൻ്റെ ചില്ല ഇങ്ങനെ പതുക്കെ താഴ്ന്നു, ആ വെണ്ണക്കുടം എടുത്തുകൊണ്ട് ഉയർന്നു പോയി. പിന്നെ അത് ഒഴിഞ്ഞിട്ട് തിരികെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു കേട്ടോ. ഇനി എല്ലാ ദിവസവും ഇങ്ങനെ വേണമെന്നാണ് പറയണത്. ഗോപികമാർ പോയി. എന്നിട്ട് അവർ പറഞ്ഞേ, അതെ ഈ ഒരു സംഭവം ആരെടുത്തും പറയണ്ട, ഞാൻ എങ്ങാനും ഇത് കൃഷ്ണൻ അറിഞ്ഞു കഴിഞ്ഞാൽ, ഈ രാക്ഷസനൊക്കെ വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനും രാമനും പേടിയാവില്ലേ, അതുകൊണ്ട് ആരെടുത്തും പറയണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഇവർ ഇങ്ങനെ വെണ്ണക്കുടം നിറച്ചിട്ട് കൊണ്ടുവന്ന് കൊടുക്കും. ഇതിൻ്റെ മുകളിലിരിക്കുന്നത് വേറെ ആരുമില്ല, രാക്ഷസനൊന്നുമല്ല, ഒരു കുഞ്ഞാണ് ഇരിക്കണേ, നമ്മുടെ ഭഗവാനെ. ഗോപികമാർ പാവങ്ങളല്ലേ, അവർക്കൊന്നും മനസ്സിലായില്ല, അവർക്ക് ഭഗവാന്റെ അടുത്ത് സ്നേഹം മാത്രമേ ഉള്ളൂ. ഭഗവാനെ പറ്റിക്കാനായിട്ട് അവർ നോക്കിയപ്പോൾ അവർ നല്ല അസലായിട്ട് ഭഗവാൻ പറ്റിച്ചു. അപ്പോൾ നമ്മുടെ കൃഷ്ണനുണ്ട്, കൂട്ടുകാരൊക്കെ ഈ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുക, നിറയെ ഇലയായതുകൊണ്ട് ഇവരൊന്നും കാണാനില്ല. അപ്പോൾ ഭഗവാൻ അവിടെ നിന്നൊരു സിഗ്നൽ കൊടുക്കുന്ന ആ ഒരു സമയത്ത് ഈ കുട്ടികളൊക്കെ ഒരു ചില്ലയിലേക്ക് ഇങ്ങനെ നിറയെ ഇങ്ങനെ കയറി വരും. അപ്പോൾ ആ ചില്ല താവും.
അങ്ങനെ വെണ്ണ എടുത്തിട്ട് ഈ കലം എടുത്തിട്ട് പോകും. അപ്പോൾ അവരിങ്ങനെ കയറി കയറി പോകുമ്പോൾ ഈ ചില്ല ഇങ്ങനെ ഉയരും, എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും, എന്നിട്ട് അത് കൊണ്ടുവച്ച് കൊടുക്കും. ഇതാണ് അവിടെയൊക്കെ സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കണേ. പാവം ഗോപികമാരൊക്കെ വല്ലതും അറിയോ? അവർ വിചാരിച്ചു ഭഗവാനെ പിടിക്കാൻ വന്നിട്ടുള്ള രാക്ഷസനാണെന്ന്. എന്നിട്ട് എല്ലാ ദിവസവും ഇപ്പം സാധാരണ മോഷ്ടിക്കലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് വെണ്ണയിലേ കിട്ടുള്ളൂ ഭഗവാനെ, ഇത് കുറേ വെണ്ണ ഭഗവാനെ കിട്ടി തുടങ്ങി. അങ്ങനെ ഗോപികമാരെയൊക്കെ ഭഗവാൻ നല്ല അസലായിട്ട് പറ്റിച്ചു. അപ്പോൾ ഈ ഒരു മരത്തിന്, ഈ ഒരു വൃക്ഷത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഭഗവാൻ ഇങ്ങനെ വെണ്ണയൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ കുമ്പിൾ കുത്തിയിട്ടൊക്കെ ഉണ്ടല്ലോ കഴിക്കുക. അപ്പോൾ പിന്നീട് ഇതിൽ തളിർക്കുന്ന ഇലകൾക്കൊക്കെ ഒരു കപ്പിൻ്റെ ആകൃതിയാണെന്ന്. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടെ ഈ കൃഷ്ണനാൽ എന്നാണ് ആ ഒരു മരത്തിൻ്റെ പേര്, അങ്ങനെയും കൂടെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗോപികമാരെയൊക്കെ നല്ല അസലായിട്ട് പറ്റിച്ച ഒരു കുറുമ്പൻ്റെ കഥ. അപ്പോൾ കഥയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നാമജപം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. ഇന്നലെ 3,78,413 നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിച്ചത്. അപ്പോൾ നാമജപം എല്ലാവരും തുടർന്നുകൊണ്ട് പോയിക്കോളൂ. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും ഇതുപോലെ തന്നെ കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ അതും പിന്നെ കുഞ്ഞൊരു കഥയൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.